Okay, sir. Hi, good morning, Jagan sir. ഗുഡ് മോർണിംഗ്. എം ഡി അകത്തുണ്ടോ? ആ ഉണ്ട്. ആ സാറെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അല്ല, ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ അതെ സർ, ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെയും അസിസ്റ്റന്റ് മാനേജറിന്റെയും വേക്കൻസി ഉണ്ട്. ഓ ഓക്കെ. അപ്പോ ഈ കമ്പനി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അതിന് അർത്ഥം. അതെ സർ, ഞങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാനാ ഒരു സ്റ്റാഫിനെ കൂടി നിയമിക്കുന്നത്. ഇത് സർക്കാർ ജോലി പോലെയാ, ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട്. സാറിന് അറിയാലോ, എം ഡി എല്ലാ കാര്യങ്ങളിലും അപ് ടു ഡേറ്റ് ആണ്. എനിക്ക് എം ഡി ഒന്ന് കാണണമായിരുന്നു. ഇന്റർവ്യൂ നടക്കുന്ന സ്ഥിതിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ, എം ഡിയെ കാണുന്നതിന് സാറ് വെയിറ്റ് ചെയ്യാനോ? വേണ്ട, എപ്പോഴും കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഓക്കെ, പ്രീവിയസ് എക്സ്പീരിയൻസും ഗുഡ്. ഇതിൽ നിങ്ങൾ മുൻപ് വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്ന രാജീവ് മേനോൻ? ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡിയാ. ഓ യെസ് യെസ്, രാജീവ് മേനോൻ. He was brilliant. But fate. He is no more. അവിടെയാണ് എം ഡിയുടെ ക്യാബിൻ. താങ്ക് യു. രണ്ടാം വിവാഹ ദിവസം തന്നെ ആക്സിഡന്റിൽ മരണപ്പെട്ടു. വല്ലാത്തൊരു വിധി എന്നല്ലാതെ എന്താ പറയുക. പാവം. പിന്നെ ഇതിൽ പറയുന്ന അഡ്വക്കേറ്റ് വർഗീസ്, അദ്ദേഹം പ്രശസ്തനാണ്. അവിടെ വർക്ക് ചെയ്ത എല്ലാ അടവുകളും പഠിച്ചേ ഇറങ്ങാൻ പറ്റൂ, അല്ലേ? കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാ വന്ദനയെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വന്ദനയ്ക്ക് സമ്മതമാണല്ലോ. പിന്നെ പങ്ക്ച്വാലിറ്റി, അതെനിക്ക് മസ്റ്റാ. എന്ത് റിസ്ക് എടുത്തും അത് കീപ്പ് ചെയ്യുക. റിസ്ക് എടുക്കാൻ തയ്യാറാണല്ലോ? പങ്ക്ച്വാലിറ്റി അത് ഞാൻ കീപ്പ് ചെയ്തോളാം. എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ആത്മാർത്ഥമായി ചെയ്യും. വെരി ഗുഡ്. ആ ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടത്. ഇനി സാലറി സ്കെയിലിനെ കുറിച്ച് സംസാരിക്കാം. മാസം എന്ത് ശമ്പളമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു 30,000 രൂപയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മൈ ഗോഡ്, 30,000 രൂപയോ? നോ നോ, എന്തൊക്കെയോ കണക്ക് കൂട്ടിയാണല്ലോ ശമ്പളം ചോദിക്കുന്നത്. അതെ സർ, എന്റെ കുട്ടിക്ക് ദിയമോൾക്ക് കാലിന് നല്ല സ്വാധീനമില്ല. അതിന്റെ ചികിത്സാ ചെലവുകളൊക്കെ നടത്തണം. പിന്നെ വീട്ടിലെ മറ്റു ചെലവുകളും എല്ലാം ചേർത്ത് ഈ തുക കഷ്ടിയാണ് സർ. എന്നാലും 30,000 രൂപയെങ്കിലും ശമ്പളം കിട്ടിയാൽ നന്നായിരുന്നു. നിങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറ്റേണ്ട ബാധ്യതയൊന്നും കമ്പനിക്കില്ല. ഇത്രയും തുക ഡിമാൻഡ് ചെയ്യാനുള്ള യോഗ്യതയും നിങ്ങൾക്കില്ല. എന്തായാലും സ്റ്റാർട്ടിംഗ് അല്ലേ? മാസം 15,000 രൂപ നിങ്ങൾക്ക് ശമ്പളം തന്നേക്കാം. അല്ലാതെ ഒരു വർഷത്തേക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ യു മേ ഗോ. സോറി സർ, ഈ ശമ്പളത്തിന് ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സമയം കളയാതെ പോകാം. യു മേ ഗോ. ഓക്കെ സർ. ശരി. May I come in? യെസ്. ഹലോ ജഗൻ, വരണം. Hi. ഇരിക്കൂ. No thanks.
ഇങ്ങോട്ടുള്ള വഴി ജഗൻ മറന്നിട്ടില്ല എന്നറിയുന്നത് തന്നെ മഹാ അത്ഭുതം. ഇന്നലെ കുറുപ്പ് സാറിനെ കണ്ടപ്പോഴും ജഗന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ അന്നദാതാവാണ് കുറുപ്പ് സാറ്. ജഗനും കുറുപ്പ് സാറും കൂടി സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ലൈസൻസ് കിട്ടിയതും ഞാൻ ഈ ലെവലിലെത്തിയതും. അതൊന്നും മറന്നിട്ടില്ലല്ലോ ഏയ് അല്ലേ? മറക്കാനോ? നല്ല കാര്യമായി. വന്ന വഴി മറക്കുന്നവനല്ല ഞാൻ. കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട. ഞാനിന്ന് വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. കുറുപ്പ് സാറ് എനിക്ക് ചില സഹായങ്ങളൂടെ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൂടി നടന്നു കിട്ടിയാൽ ഈ കമ്പനിയുടെ ബിസിനസ് കുറച്ചുകൂടി പച്ച പിടിക്കും. അത് നടക്കാൻ പോകുന്നില്ല. ജഗനെന്താ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. അമ്മേ, ദേവി, മഹാമായി, ജീവിതം വഴിമുട്ടി നിൽക്കണമ്മേ. എന്റെ ദീപങ്ങളുടെ കാര്യത്തില് ആരുടെ മുന്നിലും കൈ നീട്ടാൻ എനിക്ക് വയ്യ. അവളെ പഠിപ്പിക്കണം എനിക്ക്. ഇന്നിവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ? അതെ, നടന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉദ്യോഗാർത്ഥികളുടെ തിക്കും തിരക്കുമാണ്. ഇവിടെ താരതമ്യേന ആള് കുറവാണല്ലോ. അത് പിന്നെ അതിൻ്റെ കാരണം ഇൻ്റർവ്യൂവിന് പ്രത്യേകിച്ച് സമയം വെച്ചിട്ടില്ല. രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ ഉദ്യോഗാർത്ഥികൾ വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും അല്ല ആള് കുറയുന്നത്. സ്റ്റാഫിനെ കൊണ്ട് കഴുതയെ പോലെ പണിയെടുപ്പിച്ചിട്ട് കുറഞ്ഞ ശമ്പളമല്ലേ നിങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്? അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികളുടെ തള്ളിക്കയറ്റം ഇല്ലാതെ പോകുന്നത്. സ്കൂൾ ഫീസും ഓട്ടോ ഫീസും ഒക്കെ ആയി മാസം മാസം നല്ലൊരു തുക ചെലവാവും. വലിയ പ്രതീക്ഷയില ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവിടുത്തെ ജോലി ചെയ്യാൻ ഞാൻ പ്രാപ്തിയായിരുന്നു. പക്ഷെ അവസാനം എന്നെ അവരോട് എന്റെ വിദ്യാഭ്യാസത്തിനുള്ള സാലറി ഡിമാൻഡ് ചെയ്തത് തെറ്റായിപ്പോയോ? നല്ല കുടുംബത്തിൽ വളർന്ന ദീമോളെ നല്ല രീതിയിൽ തന്നെ വളർത്തണം. അതിനെനിക്കൊരു ജോലി വേണം. ജോലി കൂടിയേ തീരൂ. ഒടുവിൽ എല്ലാ യോഗ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് വന്നപ്പോൾ ചോദിച്ച ശമ്പളം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായതുമില്ല. വന്ദനയുടെ കുട്ടിയുടെ അസുഖം മാറ്റേണ്ട ബാധ്യത കമ്പനിക്കില്ല എന്നൊരു കുത്തുവാക്കും കൂടെ തൊടുത്തുവിട്ടല്ലേ നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടത്? ജഗൻ, കമ്പനിയുടെ MD എന്ന നിലയിൽ ചില ഫോർമാലിറ്റീസ്. എന്ത് ഫോർമാലിറ്റീസ്? 2 സ്ഥലത്ത് പണിയെടുത്ത എക്സ്പീരിയൻസ് ആ കുട്ടിക്കുണ്ട്. എന്ത് റിസ്ക്കും എടുക്കാനുള്ള മനസ്സുമുണ്ട്. മാന്യമായ ശമ്പളം 30,000 രൂപ, അതല്ലേ ചോദിച്ചോളൂ. പിന്നെ എന്ത് ഫോർമാലിറ്റി ആണാവോ MDക്ക് വേണ്ടത്? ക്ഷമിക്കണം ജഗൻ. ദീമോളുടെ ചെലവ് മാത്രമല്ല, ഇനി മുതൽ അച്ഛന്റെ അമ്മയുടെയും ചെലവ് കൂടി നോക്കണം എനിക്ക്. ദേവി, ഇനിയെങ്കിലും ഈ പരീക്ഷണം ഒന്ന് നിർത്തി ഒന്ന് സഹായിച്ചൂടെ അമ്മേ? ഈ പോസ്റ്റിന് 15,000 രൂപയാണ് കമ്പനിയുടെ സാലറി ലിമിറ്റ്. അത് കൊടുക്കാമെന്ന് സമ്മതിച്ചതുമാണ്. അത് പോരാ. അർഹതപ്പെട്ടവർക്ക് അർഹമായ ശമ്പളം തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരു സഹായവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അയ്യോ, ചതിക്കല്ലേ ജഗൻ. ഞാൻ എന്ത് വേണോ ചെയ്യാം. ചെയ്യാവുന്നേറ്റ സഹായം നിഷേധിക്കരുത്. എൻ്റെ പ്രതീക്ഷയാണത്. ഇപ്പൊ ഇവിടെ വന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് പോയ വന്ദൻ എന്ന കുട്ടിയുടെ നമ്പർ അറിയാലോ? ആ, നമ്പർ ഇവിടെ ഉണ്ട്. അവളെ ഉടനെ ഓഫീസിൽ വിളിച്ചു വരുത്തി ജോലി കൊടുത്തിരിക്കണം. കൊടുക്കാം. ശമ്പളം 30,000 അല്ല 50,000 കൊടുക്കാം. അത് വേണ്ട. മാന്യമായ ശമ്പളം 30,000 രൂപ, അത് തൽക്കാലം കൊടുത്താൽ മതി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാത്. അത് പിന്നെ പ്രത്യേകം പറയണോ? ജഗന് വേണ്ടപ്പെട്ട കുട്ടിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ
ഇന്റർവ്യൂവിന് പോലും വിളിക്കാതെ ജോലി കൊടുത്തായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ വന്ദനയെ വിളിക്കാം. അച്ഛൻ ചെയ്തു തരാവുന്ന ഏറ്റ സഹായങ്ങളൊക്കെ ചെയ്തു തരണം. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടിനും മാറ്റം ഉണ്ടാവണം. ഉണ്ടാവും. ഉടനെ തന്നെ ശമ്പളവും കൂട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ശരി, തീർച്ചയായും. ബൈ. ഹലോ, വന്ദനല്ലേ? അതെ, ആരും മനസ്സിലായില്ല. ഞാൻ നിങ്ങളിപ്പോൾ ഇന്റർവ്യൂവിന് വന്ന കമ്പനി തീർച്ചയായും സർ, എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എന്തായാലും വർക്ക് ചെയ്യും. ഓൾ ദി ബെസ്റ്റ് വന്ദന. താങ്ക് യു സർ. നന്ദി എന്നോടല്ല, ഈ ജോലി വന്ദനയ്ക്ക് തന്ന ദൈവത്തോട് തന്നെ പറയാ. അപ്പോ കാണാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ദേവി, എത്ര? 100. ശരി. ഹലോ വന്ദന. അല്ല, വന്ദന എന്താ ഇവിടെ? നിക്ക്, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. വിശേഷം ചോദിക്കും കണ്ടൊരു നേരം. അല്ല, ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാണോ? എന്നിട്ട് ജോലി കിട്ടാതെ തിരിച്ചുപോയി. അല്ല, എന്നിട്ടെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? അതൊരു ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് കൂട്ടിക്കോ. ജോലി തരാതെ എന്നെ പറഞ്ഞു വിട്ടപ്പോഴാ MD ദയവ് തോന്നിയത്. ജോലി ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ച് വരാൻ പറഞ്ഞു. അതാ ഞാൻ വീണ്ടും വന്നത്. അതൊരു സംഭവം തന്നെയാണല്ലോ, അല്ലേ? അല്ല, വന്ദനയ്ക്ക് എന്തെങ്കിലും മാന്ത്രിക വിദ്യ വശമുണ്ടോ? ചിലപ്പോൾ MD വിളിച്ച് ആരെങ്കിലും ശുപാർശ ചെയ്ത് കാണും. അങ്ങനെ ഒരാൾ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരാളായിരിക്കും. അതാരാ വന്ദനയുടെ മനസ്സ് മനസ്സിലാക്കിയ ആ ഒരാള്? ഈശ്വരൻ. ഓ, ഈശ്വരൻ. വലിയ തിരക്കുള്ള ആളല്ലേ. അവിടെയും ഇവിടെയൊക്കെ കറങ്ങി നടന്ന് സമയം കളയാതെ പെട്ടെന്ന് പോയി എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കും. വന്ദന ഇനി വന്നില്ലേ? ഫോൺ വിളിച്ചില്ലേ അമ്മ? ഇല്ല, ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് ഞാനും അങ്ങോട്ട് വിളിച്ചില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ട നേരവും കഴിഞ്ഞല്ലോ. എന്താ ഇത്ര വൈകുന്നേ? ഒരുപക്ഷെ ചേച്ചിക്ക് ജോലി കിട്ടിക്കാണും.
എന്തെങ്കിലും അർജന്റ് വർക്ക് കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ടാവും. എത്രയായി? 100. ദാ. സ്കൂൾ വിട്ടിട്ട് നേരം കുറയെന്ന് തോന്നുന്നു. ഒരു കുട്ടിയെ പോലും കാണുന്നില്ലല്ലോ. ഞാൻ വല്ലതെ ലേറ്റായി. ഈശ്വര, എന്റെ ദേമോള്. മോളെ, ദേമോളെ, ദേമോളെ. മോളുടെ ക്ലാസ് റൂം ഇതാണല്ലോ. ഇവിടെയൊന്നും കാണുന്നുമില്ല. ഈശ്വര, എന്റെ കുഞ്ഞെവിടെ പോയി? മോളെ, ദേമോളെ, ദേമോളെ, മോളെ. എന്താ മാഡം? ദേമോളെ കണ്ടോ? ദിയമോളോ? ഏത് ദിയമോള്? ഫസ്റ്റ് ബിയിലെ ദിയ രാജീവ്. ഇല്ല, ക്ലാസ് വിട്ട് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞല്ലോ. ഇനി ഒരു കുട്ടി ഇവിടെ ഇല്ല. ഉണ്ട്. എന്റെ മോൾക്ക് കാലിന് സുഖമില്ലാത്തതാ. ഒറ്റയ്ക്ക് പോകാൻ അവൾക്ക് എന്തായാലും പറ്റില്ല. അവൾ ഇവിടെ സ്കൂളിൽ തന്നെയുണ്ട്. മുറികൾ അടയ്ക്കാൻ വേണ്ടി ഞാൻ എല്ലാ മുറിയിലും കയറിയതാ. പക്ഷെ അവിടെയും കുട്ടിയെ കണ്ടില്ല. ആൾക്കാരൊക്കെ നേരത്തെ വന്ന് കുട്ടികളെ കാറിലും ബൈക്കിലും ഒക്കെ ആയി കൊണ്ടുപോയി. മാഡത്തിന് കാറില്ലേ? ഇപ്പൊ അതൊന്നും അല്ലല്ലോ പ്രശ്നം. എന്റെ മോൾ എവിടെ? ഏതായാലും ഒരു കുട്ടിയും ഈ സ്കൂൾ കോമ്പൗണ്ടിലില്ല. മോളെ, 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 മോളെ. മോളെ, ഈശ്വര, മോളെ, മോളെ, മോളെ. മാഡം, ഞാനിവിടെ എല്ലാം നോക്കി. കുട്ടി ഇവിടെ ഒന്നും ഇല്ല. സ്കൂളിനകത്ത് രക്ഷകർത്താക്കളല്ലാതെ പുറത്തുനിന്ന് ആരും കടന്നു വരാൻ സാധ്യതയില്ല. അത്രയ്ക്ക് സുരക്ഷിതമാണ് ഇവിടെ. പിന്നെ കുട്ടി എങ്ങോട്ട് പോയി? ഒരുപക്ഷെ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചോണ്ട് പോയതായിരിക്കാം. മാഡം ടെൻഷൻ അടിക്കാതെ, കുട്ടിക്കൊന്നും സംഭവിക്കില്ല. മോളെ, മോളെ, മോളെ. മോളെ, മോളെ, മോളെ. മോളെ, മോളെ, മോളെ. മാഡം, ഇനി ഇവിടെ തിരയാനായിട്ട് ഒരിടവും ബാക്കിയില്ല. മാഡം വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കൂ. കുട്ടി അവിടെ ചെന്നോ ഇല്ലയെന്നുള്ള വിവരം അറിയാമല്ലോ. മോളെ, ചേടാ, എന്നാൽ ഈ കുട്ടി ഇത് എവിടെ പോയത്? വന്ദനെ. ആ മോളെ. ഹലോ മേ, ദീമോള് വീട്ടിൽ വന്നോ? ഇല്ല, വന്നിട്ടില്ല. എന്താ മോളെ പ്രശ്നം? മോളെ അന്വേഷിച്ച് സ്കൂളിൽ വന്നപ്പോ അവൾ അവിടെ ഇല്ല. എന്താ സംഭവിച്ചതെന്ന് വാച്ച്മാനും അറിയില്ല. ഈശ്വര. എന്താ മേ? അത് ദീമോളെ സ്കൂളിൽ കാണാനില്ലെന്ന്. മോളെ, കാലിന് സുഖമില്ലാത്ത കുട്ടിയാ. ഒരിക്കൽ എന്റെ കുഞ്ഞിനെ ഭിക്ഷക്കാര് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതുമല്ലേ.
നേരെ എത്രയായിട്ടും അവളെ കാണാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക്. ആ ചെയ്യമ്മേ. അമ്മ വെക്കേ, ഞാൻ വിളിക്കാം. ശരി മോളെ. അമ്മേ, ഭഗവതി, എന്തു പരീക്ഷണ ഇത്? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കും. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അവളെ തട്ടിക്കൊണ്ടുപോയ ആ ഭിക്ഷക്കാരുണ്ടല്ലോ, അവരുടെ കണ്ണിലെങ്ങാനും മോള് പെട്ടിട്ടുണ്ടാവുന്ന എന്റെ സംശയം. അങ്ങനെയൊന്നും പറയാതെ മോളെ. എന്റെ കുഞ്ഞിനൊരു ആപത്തും സംഭവിക്കില്ല. ദൈവമേ, അവൾ ഉടനെ തിരിച്ചു വരും. ഭഗവാനെ, ദൈവമേ, ഈ മോൾക്ക് യാതൊരു ആപത്തും സംഭവിക്കല്ലേ. നേരം വൈകിയില്ലേ, ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? വന്ദന ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയിരിക്കുമല്ലേ. ഇനി വേണ്ടത് പോലീസുകാർ ചെയ്തോളൂ.